ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നാടൻ കപ്പ വേവിച്ചതും പന്നിക്കറിയുമാണ്. ഇതിനാവശ്യമായ സാധനം കപ്പയാണിത്. ഇതൊരു 3 കിലോ കപ്പ ഞാൻ കൊത്തി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് പന്നിയാണ്. ഇത് 2 കിലോ പന്നിയിറച്ചിയുണ്ട്. ഇത് ഞാൻ നെയ്യെല്ലാം ഉരുക്കി ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നെയ്യ് ഉരുക്കി കളഞ്ഞു ബാക്കി ചേർത്തിരിക്കുന്നതാണ്. ഇത് 2 കിലോ ഉണ്ട്. ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ: മല്ലിപ്പൊടി, തേങ്ങാക്കൊത്ത്, ഇതൊരു ചെറിയ തേങ്ങ മുഴുവനോടെ ഉണ്ട്, സവോള, ഇത് 4 സവോളയാണ്, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ചതച്ചത്, പച്ചമുളക്, മുളക് പൊടി, ഒരു തക്കാളി, ഇത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചെടുത്തതാണ്. ഇത് കൈ ഇങ്ങനെ ഒരു തുടം വെളുത്തുള്ളി ചതച്ച് തൊണ്ടോടുകൂടി ചതച്ച് വെച്ചതാണ്. മല്ലിയില, കറിവേപ്പില, വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെള്ളം. ആദ്യം നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇതൊരു ചെറിയ തേങ്ങ മുഴുവനോടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1, 2, 3, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഇതൊരു 3 ചെറിയ പച്ചമുളകാണ്, ആവശ്യത്തിന് ഉപ്പ്, ഇനി സവോളയുടെ ഒരു കുറച്ച് ഭാഗം ഞാൻ ഇതിനകത്ത് ചേർക്കുവാണ്. ബാക്കി നമുക്ക് വഴറ്റി ചേർക്കാനുള്ളതാണ്. ഇഞ്ചി ഒരല്പം ചതച്ചത് ചേർക്കുന്നുണ്ട്. അല്പം കറിവേപ്പില അങ്ങോട്ട് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടിത് തിരുമ്മി യോജിപ്പിക്കുന്നു. കൈകൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിക്കുന്നത് നല്ലത്. എന്തായാലും നന്നായിട്ട് എരിവും ഉപ്പും എല്ലാം പിടിച്ച് ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കാം. ഒരു 2 കപ്പ് വെള്ളത്തോളം ഞാൻ ചേർക്കുന്നുണ്ട്. കപ്പയുടെ കൂടെ തിന്നാനാകുമ്പോഴത്തേക്കും ചാറ് വേണം, അതുകൊണ്ട് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി വേവിച്ചെടുക്കാം. സ്റ്റൗ ഞാൻ കത്തിച്ച ഇറച്ചി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേകുന്നോളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് അടച്ച് വേവിക്കാം. നോക്കാം. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ചാറും എല്ലാം ആയിട്ടുണ്ട്. കപ്പ തിന്നാനാകുമ്പോൾ അല്പം ചാറ് വേണം. ഇനി ഇതിന് മസാലയും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് കുറുകി കിട്ടും. ഇനി നമുക്ക് ഇത് ഞാൻ ഏകദേശം 2 മണിക്കൂറോളം വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. ഉപ്പെല്ലാം പാകത്തിനാണ്. ഇനി ഇതിന് ആവശ്യമായ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മറ്റൊരടുപ്പിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും പാനൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്.
ഇതൊന്ന് ചൂടായി വന്ന് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ തൊണ്ടോടുകൂടി ചതച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് തൊണ്ടോടുകൂടി ചതച്ചെടുത്തതാണ്. ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കൊത്തി അരിഞ്ഞ സവോള, ഞാനൊരു 4 സവോളയാണ് എടുത്തിരുന്നത്. അതിനകത്ത് ഒരു സവോള ഞാൻ ഇറച്ചി വേവിച്ച് പാക്കോട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ബാക്കി വഴറ്റി ചേർക്കുന്നതാണ് ചേർക്കാം. ഈ സവോള ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നോടും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇറച്ചി ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നാൽ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയൊന്ന് നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നോടും വരെ ഇളക്കി കൊടുക്കണം. നമുക്ക് പന്നിക്ക് ആവശ്യമായുള്ള മസാല നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അടുത്ത ഇറച്ചി വാങ്ങി വെച്ചിട്ട് കപ്പ അടുപ്പിലേക്ക് വെക്കാം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊട്ടും കയ്പൊന്നും ഇല്ലാത്ത നല്ല നാടൻ കപ്പയാണ്. ഇനി അത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഇത് ഞാൻ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 4 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. പന്നിയിറച്ചിക്ക് കുരുമുളകാണ് ഏറ്റവും രുചി നൽകുന്നത്. ഒരു 4 സ്പൂൺ കുരുമുളക് പൊടി, അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചി മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. എന്നാൽ മസാലയ്ക്ക് ഒരല്പം കളർ കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാല എത്ര മൊരിഞ്ഞ് വരുന്ന അത്രയും രുചിയാണ് കറിക്ക്. പൊടികളുടെ ചൊവയും പച്ചമണവും എല്ലാം ഒന്ന് മാറുന്നോളം വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി, ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി ഒന്ന് വേവുന്നോടെ വരെ ഇളക്കി കൊടുക്കുക.
തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മസാല പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഇറച്ചി അടുപ്പിലേക്ക് വെക്കാം. ഇനി നമുക്ക് നമ്മൾ ഈ വഴറ്റി വച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടെ ഈ ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. മസാല എല്ലാം ഇറച്ചിയിലെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. ചാറ് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അല്പം കൂടെ നന്നായിട്ട് വറ്റിച്ചതിന് ശേഷം ഈ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിത് കപ്പയ്ക്ക് ആയതുകൊണ്ടാണ് ഇച്ചിരി ചാറാക്കി വെച്ചത്. ഇതിലേക്ക് ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗരം മസാല ചേർത്തതായിരുന്നു. ഒരു 1.5 സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ മണം ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചാറെല്ലാം നന്നായി കുറുകിയിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമേ ചാറുള്ളൂ. ഇതിലേക്ക് കുരുമുളകിൻ്റെ മസാലയുടെ എല്ലാം മണം പിടിച്ച് നല്ല തവിഞ്ഞ് ഇതിലേക്കൊരൽപ്പം മല്ലിയിലയും കൂടെ വരെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല നാടൻ പന്നിക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചില്ല, തിളച്ച് വരുന്നതേ ഉള്ളൂ. ഞാൻ ഈ പന്നിക്കറിയിലേക്ക് ഒരു 4 ഏലക്ക ചതച്ചിടുന്നുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഇറച്ചിക്ക് നല്ല മണവും രുചിയും കിട്ടും. ചതച്ചാണ് ഇട്ടതിന്. കപ്പ വേകുന്ന നേരം കൊണ്ട് നമുക്ക് അതിന് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഒരു 4 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു 3 ചെറിയ ഉള്ളി, കാന്താരി മുളക്, മല്ലിയില. തേങ്ങായും ഉള്ളിയും മുളകും ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് ചതച്ചെടുക്കുന്നത്. ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. കപ്പയ്ക്ക് ആവശ്യമായ അരപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ, ഈ പരുവത്തിൽ വേണം ഇരിക്കാൻ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഞാനിത് ചതച്ചെടുത്തത്. വെള്ളം ഒഴിക്കണ്ട. കപ്പ വെന്തോന്ന് നോക്കാം. കപ്പ എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇളക്കാനുള്ള സൗകര്യത്തിന്. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് 1 മിനിറ്റ് ഇതൊന്ന് അരപ്പൊന്ന് വേകാനായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അരപ്പൊന്ന് വേകാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. ഇത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കാം.
നന്നാക്കി പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിങ്ങനെ ഒരു ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. കപ്പയെല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല, നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒറ്റ കഷ്ണം വരെയും കാണാനില്ല, എല്ലാ കഷ്ണങ്ങളും പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കപ്പയായിട്ടുണ്ട്.